ക്യാബിൻ ക്രൂ ആയിരിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് മന്തിലേക്ക് നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള അല്ലെങ്കിൽ പോകാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് ബിഡ് ചെയ്യാം, നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ സീനിയോറിറ്റിയും പ്രയോറിറ്റിയൊക്കെ അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ കിട്ടാം, ചിലപ്പോൾ കിട്ടാണ്ടിരിക്കാം. അങ്ങനെ ക്രൂ എപ്പോഴും ബിഡ് ചെയ്യാറുള്ളൊരു സ്ഥലമാണ് തായ്ലൻഡിലെ ക്രാബി എന്ന് പറയുന്നത്. ഞാൻ ഇതുവരെ ബിഡ് ചെയ്തിട്ടുമില്ല, അങ്ങനെ ബിഡ് ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് ഇന്ന സ്ഥലങ്ങളിൽ പോകണമെന്ന് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഇതുവരെയും സ്റ്റാൻഡ് ബൈ എന്ന് വിളിച്ചിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് ഒക്കെ അത്യാവശ്യം പോയാലും വർത്തിയായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. കാരണം ലേ ഓവറിൻ്റെ ഡെസ്റ്റിനേഷൻ വെച്ച് നോക്കിയാലും ഡ്യൂറേഷൻ വെച്ച് നോക്കിയാലും എൻ്റെ ID നമ്പർ വെച്ചിട്ട് നോക്കിയാൽ ഇത് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതായത് ഈ കിട്ടിയ ലേ ഓവർ പോലും 3 ദിവസത്തേക്കാണ് എൻ്റെ ലേ ഓവർ, വിച്ച് ഈസ് ലൈക്ക് എ മിനി വെക്കേഷൻ അല്ലേ. പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആക്ച്വലി ഇറ്റ് ഈസ് വർത്ത് എവറി ബിറ്റ്. എനിക്ക് നൈറ്റ് മാർക്കറ്റും പിന്നെ ഈ സ്ട്രീറ്റ് ഫുഡും പിന്നെ ഷോപ്പിംഗ് ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. അതായത് ഷോപ്പിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ മറ്റേ മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയായിട്ട് മാറും. അങ്ങനെയുള്ള ഒരാൾക്ക് വരാൻ പറ്റിയൊരു ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് തായ്ലൻഡ്. അപ്പോൾ ഇതാണ് എൻ്റെ ക്രൂ. ഞങ്ങൾ 4 ഗേൾസ് ആയിരുന്നു ക്യാബിൻ ക്രൂസ് ആയിട്ട് ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ മാർക്കറ്റിൽ പോയിട്ട് എല്ലാ ഫുഡും ട്രൈ ചെയ്തോന്ന് ചോദിച്ചാൽ ഇല്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ക്രൂ ക്രോക്കഡൈൽ മീറ്റ് ട്രൈ ചെയ്തിരുന്നു. പക്ഷേ ഞാനൊരു സെലക്റ്റീവ് ഈറ്റർ ആയത് കാരണം ഞാൻ അതൊന്നും ട്രൈ ചെയ്തില്ല. പക്ഷേ ഐ ഡിഡ് എ ലോട്ട് ഓഫ് ഷോപ്പിംഗ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.